വെൽക്കം ടു IAS ഫാക്ടർ റീസ്റ്റാർട്ട്. നമ്മുടെ 60 ഡേയ്സ് റിവിഷൻ പ്രോഗ്രാമിൽ ഡേ 11 ഇന്ത്യൻ പോളിറ്റി വെച്ചാണ് നമ്മൾ അടുത്ത് കണ്ടിന്യൂ ചെയ്യുന്നത്. സോ നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് നമ്മൾ ബിഗിൻ ചെയ്യാണ്. സോ ഇന്നത്തെ സെഷനിൽ ഡെഫിനറ്റ്ലി നമുക്ക് നോക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് തീംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പോളിറ്റി ശരിക്കും പറഞ്ഞാൽ ഇനി അടുത്തൊരു ഒരു 6 to 7 ക്ലാസ്സസിൽ നമുക്ക് പോളിറ്റിയുടെ മേജർ റിവിഷൻ തീർക്കാൻ പറ്റും. കാരണം ആ ഒരു പേസിൽ നമ്മൾ അതിനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒരു 6 to 7 സെഷൻസിൽ നമുക്ക് മേജറായിട്ട് നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും 60 ഡേ പ്ലാൻ ഉള്ളതുകൊണ്ട് തന്നെ അതിൽ എല്ലാ ദിവസവും നമ്മൾ സബ്ജക്ട്സ് അല്ല, അവസാനത്തെ ഒരു 40 ഡേയ്സ് ഒക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ 45 ഡേയ്സ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ കൂടുതലും പിന്നീട് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനുള്ള പ്ലാനുകളായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതൊരു സബ്ജക്ട്സുകളെല്ലാം നമുക്ക് വളരെ കൃത്യമായിട്ട് തീർക്കാം. സോ ഇന്ന് ഇന്ത്യൻ പോളിറ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രേറ്റ് അവേ കുറച്ച് കാര്യങ്ങളാണ്. ഭയങ്കര അനലിറ്റിക്കൽ ആയിട്ടുള്ള സാധനങ്ങളെക്കാട്ടും വി ആർ ഡിസ്കസിങ് ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യ, ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രിയാമ്പിൾ ഓഫ് ദ ഈ പ്രിയാമ്പിളിന്റെ പ്രത്യേക പാർട്സുകൾ ഏതൊക്കെയാണ്, അതൊക്കെ പരീക്ഷയിൽ PYQന്റെ ബേസിസിലാണ് അത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. സോ വാട്ട് ഇസ് ദ പ്രിയാമ്പിൾ ആൻഡ് ഹൗ ഡസ് ഇറ്റ് റിഫ്ലക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് മൂവിങ് ഓൺ. അതിനുശേഷം പിന്നെ വരുന്നത് പ്രധാനപ്പെട്ട സ്റ്റേറ്റ്സ്, ദ സ്റ്റേറ്റ് എന്ന ആസ്പെക്ട് ആണ്. സിറ്റിസൺഷിപ്പ് വരെ ഉള്ള പ്രധാന പോയിന്റുകൾ. അതിനുശേഷം നമ്മൾ സിറ്റിസൺഷിപ്പും ഫണ്ടമെന്റൽ റൈറ്റ്സും കൂടെ ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. പറ്റുമെങ്കിൽ DPSPയും കൂടെ കവർ ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ള ഏരിയാസ് നമുക്ക് മുന്നോട്ട് പോവാം. സോ ഇന്ന് ഇതിനകത്തുനിന്ന് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ റിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ച് റിവിഷൻ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, എന്തൊക്കെ പോയിന്റുകളായിരിക്കും നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ട എന്നുള്ളതും കൂടെ മാത്രം നമുക്ക് ചെക്ക് ചെയ്ത് പോവാം. സോ മീൻവൈൽ ഡു ചെക്ക് ഔട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ, ട്രിവാൻഡ്രം സെന്റർ ആൻഡ് മറ്റു കാര്യങ്ങളും കൂടെ നിങ്ങൾ ഇതിനകത്ത് ചെക്ക് ചെയ്ത് പോവാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. ബാക്കിയുള്ള കാര്യങ്ങളോട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളോട് നമുക്ക് നോക്കാം. മീൻവൈൽ ഡു ജോയിൻ അവർ ടെലിഗ്രാം ചാനൽ ഓൾസോ. സോ യെസ്, മോഡേൺ ഇന്ത്യ അല്ലാതെ മാറ്റി ഇന്ത്യൻ പോളിറ്റി ആണ്. സോ ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഏരിയ സംഭവം എളുപ്പമാണ്. ഏരിയ പ്രിയാമ്പിൾ ആണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് ആണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് അമേരിക്കനെ ഇറ്റ് ഈസ് എൻ ഇൻഡസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഇൻഡസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ് എന്നാണോ, ഡിസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്സ് ആണോ എന്നുള്ളതും കൂടെ, അങ്ങനത്തെ കോൺസെപ്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യണം. സോ ഇന്ന് നമുക്ക് എന്താണ് പഠിക്കണം നോക്കാം. പ്രിയാമ്പിളിന്റെ ടെക്സ്റ്റിന്റെ പ്രിയാമ്പിളിന്റെ ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങളും നമുക്ക് നോക്കണം. പ്രിയാമ്പിളിന്റെ ലിമിറ്റേഷൻ എന്താണ് പ്രിയാമ്പിളിന്റെ കോമ്പണൻസ് വരുന്നത്, സിഗ്നിഫിക്കൻസ് എന്താണ്, സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ലൈക്ക് സോവറിൻ എന്താ, സോഷ്യലിസ്റ്റ് എന്താ, അതിൽ മാർക്സിസ്റ്റ് വ്യൂ എന്താ, ഗാന്ധിസത്തിന്റെ വ്യൂ സപ്പോർട്ട് ചെയ്യുന്നത്, സെക്യുലറിസത്തിന്റെ ഡിഫറെന്റ് ആസ്പെക്ട് എന്താ, ഡെമോക്രസിയിലാണെങ്കിൽ തന്നെ എന്താണ് ഇനിഷ്യേറ്റീവ്, റീകോൾ, റെഫറൻഡം, പ്ലെബിസൈഡ്. ഇപ്പൊ റെഫറൻഡത്തിൽ നിങ്ങൾക്ക് ഏത് എക്സാമ്പിൾ തരാൻ പറ്റും? വേൾഡിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒരു റെഫറൻഡം നടന്നിട്ടുണ്ടോ? പ്ലെബിസൈറ്റിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഇതൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്? സോ വി നീഡ് ടു ടേക്ക് എ ലുക്ക് അറ്റ് ഓൾ ദീസ് ആസ്പെക്ട്സ്. ബാക്കിയുള്ള റിപ്പബ്ലിക്കന്റെ ആസ്പെക്ട്സ് എന്താ, ജസ്റ്റിസിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജസ്റ്റിസ്, സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, ഹ്യൂമൻ ക്യാപിറ്റൽ പറയാറുണ്ട്, ബാക്കിയുള്ള ഫിസിക്കൽ ക്യാപിറ്റൽ എന്താണ്, സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന അതിന്റെ അർത്ഥം നമുക്ക് ഡിസ്കസ് ചെയ്യണം. മൂവിങ് ഓൺ, ലിബർട്ടി, എത്ര തരം ലിബർട്ടി ഉണ്ട്, നെഗറ്റീവ് ലിബർട്ടിയുടെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, പോസിറ്റീവ് ലിബർട്ടിയുടെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, ഇക്വാലിറ്റി, എത്ര തരം ഇക്വാലിറ്റി, ഫ്രാറ്റർണിറ്റിയുടെ മീനിങ്, വാട്ട് യു മീൻ ബൈ യൂണിയൻ ഓഫ് ട്രിനിറ്റി. അതേപോലെ ഇന്ത്യൻ സെക്യുലറിസും വെസ്റ്റേൺ സെക്യുലറിസും തമ്മിലുള്ള വ്യത്യാസവും നമുക്ക് നന്നായി അറിയണം. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ്. പിന്നെ പ്രധാനപ്പെട്ട സുപ്രീം കോടതിയിലെ കേസുകൾ ഏതൊക്കെയാണ്. പിന്നെ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി, സ്റ്റേറ്റ്സ്. ഇപ്പൊ ഇറ്റ് ഇസ് ഈവൻ സെഡ് റെഫേഴ്സ് ടു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കുന്നത്? ബാക്കിയുള്ള പ്രധാനപ്പെട്ട ആസ്പെക്റ്റുകളാണ് ആർട്ടിക്കിൾ 3 എന്താ, ആർട്ടിക്കിൾ 3, 4 എന്താണ് അതിന്റെ വ്യത്യാസം, ആർട്ടിക്കിൾ 4 വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ചസ് കൊണ്ടുവരുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്കൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടണം. പിന്നെ ഫെഡറേഷന്റെ വ്യത്യാസം എന്താണ്? ഇറ്റ് ഈസ് എൻ ഇൻഡസ്ട്രക്റ്റിബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റിബിൾ സ്റ്റേറ്റ്സ്. അമേരിക്ക എന്ന് പറയുന്നത് ഇൻഡിസ്ട്രക്റ്റിബിൾ യൂണിയൻ ഓഫ് ഇൻഡിസ്ട്രക്റ്റിബിൾ സ്റ്റേറ്റ്സ് എന്നാണ്. എന്തുകൊണ്ടാണ് ആ വ്യത്യാസം? ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? മേ ബി വിൽ ഹാവ് എൻ ഐഡിയ. പിന്നെ ആർട്ടിക്കിൾ 3, 4 അതിന്റെ പ്രധാനപ്പെട്ട പേര് മാറ്റിയ കുറെ സംഭവങ്ങളും, ദ ദാർ കമ്മീഷൻ, JVP കമ്മിറ്റി ആൻഡ് ദ ഫസൽ അലി കമ്മിറ്റി, അതെല്ലാം നമുക്ക് നോക്കണം. പിന്നെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറിയും തമ്മിലുള്ള വ്യത്യാസം, അതൊരു മീൻസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള ഇതിനകത്ത് മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്, ഈ ലെജിസ്ലേച്ചർ ഉള്ള യൂണിയൻ ടെറിട്ടറീസിന്റെ പവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ലെജിസ്ലേച്ചർ ഉള്ള ആരൊക്കെയുണ്ട്, അവരുടെ പ്രധാനപ്പെട്ട പവറുകളും അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും കൂടെ നമുക്ക് അറിയണം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നമുക്ക് പ്രധാനമായിട്ടും. ഇതെല്ലാം എടുത്തു വെച്ചിരിക്കുന്ന വെച്ചാൽ പരീക്ഷയ്ക്ക് ഒരു ചോദ്യമായിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഏരിയ ഇതിനകത്ത് എടുത്തു വെച്ചിരിക്കുന്നത്. സോ ഇത്രയും പോയിന്റ്സ് നമുക്ക് ആദ്യമേ എടുത്ത് പഠിക്കാം. സോ ഡെഫിനറ്റ്ലി പ്രിയാമ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ
നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് ഇതെല്ലാം അറിയാം. പ്രിയാമ്പിൾ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പ്രിയാമ്പിള് കാണാതെ പഠിച്ചില്ലെങ്കിലും പ്രിയാമ്പിളിന്റെ പറയാൻ പറ്റണം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure all its citizens justice, social, economical, political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity and unity and integrity of the nation. This 26th day of November 1949 we do hereby adopt and enact and give to ourselves this constitution. എന്നൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റ് വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് കാണേണ്ട പോയിന്റുകൾ എന്താണെന്ന് വെച്ചാൽ, ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ നമ്മൾ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ആണെന്നോ അല്ലെങ്കിൽ സോൾ ഓഫ് ദ എന്ത് വാക്കുകൾ കൊണ്ട് വിളിച്ചാലും പരീക്ഷയ്ക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇതിനകത്ത് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, അതെന്തായാലും അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ, എന്ത് തരം ജസ്റ്റിസ് ആണെന്നുള്ളത് ക്വസ്റ്റൻ ആണ്. എന്ത് തരം ലിബർട്ടിയാണ്, തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ് എന്ന് പറയുന്ന സംഭവം. ഈക്വാലിറ്റി, സ്റ്റാറ്റസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പ്രൊമോട്ട് അമംഗ് ദം ഓൾ, എന്ത് ഫ്രാറ്റർണിറ്റി, അഷ്യൂറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് ദ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. 26 day of November 1949. ഇത് കണ്ടാലും ഇതിനകത്തു നിന്നുള്ള ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ പ്രിലിംസിന് വേണ്ടി പഠിച്ച് റിവൈസ് ചെയ്താൽ അത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് എൻ്റെ കൂടെ റിവൈസ് ചെയ്യാവുന്നതാണ്. സോ ആദ്യം പ്രിയാമ്പിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് എവിടെ നിന്ന് വന്നു എന്നുള്ള സാധനം ഇമ്മീഡിയറ്റ്ലി ഡ്രോ ചെയ്യാം. റിമെമ്പർ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, പണ്ഡിറ്റ് നെഹ്റുവിന്റെ ആണ് മൂവ് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ അതിൽ വന്ന ഒരു പ്രധാന കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. സോ റിമെമ്പർ ദിസ് ഇസ് ദ പോയിന്റ് നമ്പർ 1. സോ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇനാക്റ്റഡ് ഇറ്റ് ആഫ്റ്റർ, ഈ വാക്ക് ഓർത്തുള്ളൂ, ആഫ്റ്റർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഓൾറെഡി ഇനാക്റ്റഡ്. സോ ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ്ലി ഇനാക്ട് ചെയ്തതിന് ശേഷം ആണ് പ്രിയാമ്പിളിനെ ഇനാക്ട് ചെയ്തത്. അതൊരു പ്രിലിം സ്റ്റേറ്റ്മെന്റ് ആയിട്ടും വേണമെങ്കിൽ ഓർത്ത് വെക്കാവുന്നതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ടു എൻഷുർ ദാറ്റ് ഇറ്റ് ഇസ് കൺഫർമിറ്റി വിത്ത് ദ കൊഹറൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഉണ്ടാക്കി വെച്ച കോൺസ്റ്റിറ്റ്യൂഷന്റെ മുഴുവൻ സ്പിരിറ്റും ഈഥോസും റിഫ്ലക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെന്നുള്ള അർത്ഥത്തിലാണ് അതിനുശേഷം അത് ചെയ്തത്. സോ ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. It has been amended only once so far by the 42nd Constitutional Amendment Act 1976. Please remember 3 words: socialist, secular, integrity എന്ന് പറയുന്ന 1976 ഇത് ആഡ് ചെയ്ത് പ്രിയാമ്പിളിൽ ആഡ് ചെയ്ത് വന്നതാണ്. 42nd അമെൻമെന്റിൽ അത് എപ്പോഴും വേണമെങ്കിൽ ചോദിക്കാവുന്നതേ ഉള്ളൂ. എന്താണ് ആഡ് ചെയ്തെന്ന് ചോദിച്ചാൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി ആണ് അതിൽ പ്രധാനമായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. സോ റിമെമ്പർ ദാറ്റ്. പിന്നെ ഡെഫിനറ്റ്ലി എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിന്റെയും മൈൻഡും സ്പിരിറ്റ് ഒക്കെയാണ് ഇതിനകത്തുള്ളതെന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി എന്താണ് ലിമിറ്റേഷൻസ് ഓഫ് ദ പ്രിയാമ്പിൾ ഇൻ ജൂറിസ്പ്രുഡൻസ്? നമ്മുടെ നോർമൽ ഗവേണൻസിലും മറ്റു കാര്യങ്ങളിലും പ്രിയാമ്പിൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്താണ് ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലിമിറ്റേഷൻ എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ 1, നോ ഗവൺമെന്റൽ പവർ ഡസ് നോട്ട് ഗ്രാന്റ്. നമ്മുടെ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി എന്ന് പറയുന്ന ഓർഗൻസിനൊന്നും പ്രത്യേകിച്ച് ഒരു പവറും പ്രിയാമ്പിൾ കൊടുക്കുന്നില്ല. That is something to be noted. And it cannot override provisions, cannot supersede explicit constitutional articles. ഒരു പവറിനെയോ അല്ലെങ്കിൽ certain പ്രൊവിഷൻസിനെ ഒന്നും മറികടക്കാനുള്ള സംഭവമില്ല. ഇത് കോടതിയിൽ ഇത് നടപ്പിലാക്കിയില്ല അല്ലെങ്കിൽ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നോൺ എൻഫോഴ്സിബിൾ ആണ്. ഇറ്റ് ഈസ് നോട്ട് എൻഫോഴ്സ്ഡ് ഇൻ ദ കോർട്ട്. പ്രിയാമ്പിൾ ഇറ്റ്സെൽഫ് ഹാസ് ബീൻ എ വേഗ്, ജനറൽ, ആംബിഗ്വസ്. ഇതെന്താണെന്നൊക്കെ നമുക്ക് ഓരോന്നും വളരെ കൃത്യമായിട്ട് ദ പ്രിയാമ്പിൾ ഒരു ഗവൺമെന്റിനും പവർ കൊടുക്കുന്നില്ല ഒരിക്കലും. It cannot be used as a source of authority. It only explains why the constitution was not, എന്തിന് കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, not how to run the country. ഈ രാജ്യം ഇങ്ങനെ റൺ ചെയ്യണം എന്ന് എഴുതി വെച്ചിട്ടില്ല, മറിച്ച് എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയതെന്നുള്ളൊരു സ്പിരിറ്റ് ആണ്. അപ്പോൾ ഒരു പ്രത്യേകിച്ച് ഗവൺമെന്റ് പവർ ഒന്നും ഇല്ല എന്നുള്ളത് പ്രത്യേകിച്ച് ഓർത്ത് വെക്കുക. The preamble acts as a guide or interpretation tool. Its language, like justice, liberty, equality, is often very vague and general. ഈ പറയുന്ന വാക്കുകളെല്ലാം വളരെ വേഗം ജനറൽ ആണെന്നാണ് ഇതിൽ പറയപ്പെടുന്നത്. പലപ്പോഴും ഇറ്റ് ഹെൽപ്പ് എക്സ്പ്ലെയിൻസ് ദി ഇന്റന്റ്, ബട്ട് ഇതിന്റെ ലീഗൽ ആക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ അർത്ഥവും എന്ത് സ്പിരിറ്റ് ആണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ റോൾ എന്ന് ഇതിനകത്ത് നമ്മൾ പലപ്പോഴും മെൻഷൻ ചെയ്യുന്നത്. സോ ആ ഒരു ആസ്പെക്ട് ഡെഫിനറ്റ് ആയിട്ടും ഓർത്ത് വെക്കുക. ഇനി കോമ്പണന്റ് ഓഫ് ദ പ്രിയാമ്പിൾ, എന്തിൽ നിന്നാണ് സോഴ്സ് ഓഫ് അതോറിറ്റി? ഈ രാജ്യത്തെ ജനങ്ങളിൽ നിന്നാണ് പ്രിയാമ്പിൾ. The preamble draws its source from the citizens of this people of this country. അവിടെയാണ് ഇവിടുത്തെ ആൾക്കാരെ വെച്ചിട്ടാണ്. നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്താ? സോവറീൻ ആണ്,
സോഷ്യലിസ്റ്റ് ആണ്, സെക്യുലർ ആണ്, ഡെമോക്രാറ്റിക് ആണ്, റിപ്പബ്ലിക് ആണ്. ഇതാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഇത് ചോദിച്ച പ്രിയാമ്പിൾ ഉള്ളത് ഇതാണ്. ഇറ്റ്സ് സോവറിൻ. നമ്മുടെ ആരുടെയും അധീനതയിലൊന്നും അല്ല. നമ്മൾ സോവറിൻ രാജ്യമാണ്, പരമോന്നത ഈ അധികാരമുള്ള നമ്മൾ രാജ്യമാണെന്ന് പറയുന്നത്. സോഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ സെക്യുലർ ആണ്, ഡെമോക്രാറ്റിക് ആണ്, റിപ്പബ്ലിക് ആണ്. അപ്പൊ ഒരു ചോദ്യം, ഒബ്വിയസ്ലി ഡെമോക്രാറ്റിക്കും ആണ്, റിപ്പബ്ലിക്കും ആണ്. റിപ്പബ്ലിക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം, എന്തുകൊണ്ടാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആചരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം നമുക്കിവിടെ ഫിഗർ ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് ഡേറ്റ് ഓഫ് അഡോപ്ഷൻ, 26 നവംബർ 1949. ഈ ഡേറ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നീട് നമ്മൾ പഠിച്ചു 1950 ശേഷം പിന്നെ വന്ന എന്തുകൊണ്ടാണ് ജനുവരി 26 എന്ന് പറയുന്ന വർഷം വളരെയധികം ഇമ്പോർട്ടന്റ് ആയെന്നുള്ളൊരു റീസൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ ഫിലോസഫി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ഗാന്ധിസ് ഐഡിയ ഓഫ് സ്വരാജ്. സെൽഫ് റിലയൻസ്, ജസ്റ്റിസ്, ടോളറൻസ് ഒക്കെയാണ് നമ്മുടെ ഫിലോസഫി. ഇത് നോട്ട് ലിമിറ്റഡ് എക്സാക്ട്ലി ടു ദിസ്, ബട്ട് നമുക്ക് ഗാന്ധിയുടെ ഒരു കോൺസെപ്റ്റ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ നെക്സ്റ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ പ്രിയാമ്പിൾ. എന്താണ് ഇത് സിഗ്നിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ദ സമ്മറി ആൻഡ് ഫിലോസഫി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് പല ആൾക്കാരും പറഞ്ഞിരിക്കുന്നതാണ്, സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഐഡന്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഹൊറോസ്കോപ്പ് ഓഫ് അവർ സോവറിൻ ഇന്ത്യൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, കെ മുൻഷി. കീനോട്ട് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഗൈഡിംഗ് ലൈറ്റ് ഫോർ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ. ഭാവിയിൽ കോടതികളിലെ പല ജുഡീഷ്യൽ കേസുകളും അല്ലെങ്കിൽ പല പ്രധാനപ്പെട്ട വേർഡിക്റ്റിനെയും നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഗൈഡിംഗ് ബീക്കൺ ഓഫ് ലൈറ്റ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള. ജസ്റ്റിസ് സിക്രി, കേശവാനന്ദ ഭാരതിയിൽ പറഞ്ഞതാണ്. ജസ്റ്റിസ് സിക്രി ഇൻ ദ കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞതാണ് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം പ്രിയാമ്പിളിന്റെ. ഇനി അടുത്ത നമ്മൾ നോക്കേണ്ടത് ഓരോ വാക്ക്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളമൻലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ ഈച്ച് ആൻഡ് എവ്രി വേർഡ് നമുക്കൊന്ന് മനസ്സിലാക്കി വെച്ചാൽ പരീക്ഷയ്ക്ക് ഇത് ബെറ്റർ ആയിരിക്കും. പെട്ടെന്ന് പഠിച്ചു പോകുന്നതേ ഉള്ളൂ അത്. സോ ഒന്ന്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ബൈ ആൻഡ് ഫോർ ദ ഇന്ത്യൻ പീപ്പിൾ. The concept of popular sovereignty, whereby citizens are the ultimate sources of constitutional authority. ഇതൊരു നമ്മുടെ ഒരു പോപ്പുലർ കോൺസെപ്റ്റ് ഓഫ് സോവറിനിറ്റി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ അധികാരം എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങൾക്കാണ്, സിറ്റിസൻസിനാണ് ഏറ്റവും വലിയ പവർ എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത്. സോ അത് ഇതിനകത്ത് ഓർത്ത് വയ്ക്കുക. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ മീൻസ് നമ്മൾ എല്ലാവരും. സോവറിൻ, ഇന്ത്യ is fully independent, free from the dominion or dependency of any country. ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഡൊമിനിയനോ എക്സ്റ്റൻഷനോ അല്ല നമ്മൾ ആരുടെയും അധീനതയിലും അല്ല താമസിക്കുന്നത്. വി ആർ കംപ്ലീറ്റ്ലി ഫ്രീ. സോ ദാറ്റ് ഡിഫൈൻസ് ഇന്ത്യ സോവറിനിറ്റി. വി ആർ എ സോവറിൻ കൺട്രി ആൻഡ് ഇൻഡിപെൻഡൻസ് ഇൻ അഫയേഴ്സ്. നമുക്ക് ഇന്റേണലും എക്സ്റ്റേണൽ മാറ്റേഴ്സ് എല്ലാം ആരുടെയും ഇന്റർഫിയറൻസ് ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അക്വയർ ഫോറിൻ ടെറിട്ടറീസ് ഓർ സീഡ് പാർട്സ് ഓഫ് ഇറ്റ്സ് ഓൺ ടു അതർ നേഷൻസ്. വേണമെങ്കിൽ പുതിയൊരു എക്സ് എന്ന് പറയുന്നൊരു ടെറിട്ടറി എടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുകയോ, അങ്ങനെ കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അടുത്ത സംഭവം. പക്ഷെ ഇതൊക്കെ ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ട്. പണ്ട് ബ്രിട്ടന്റെ അധീനത്തിലായിരുന്നപ്പോൾ ബ്രിട്ടൻ പറയുന്ന പോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാ അതോറിറ്റി ഉണ്ടെങ്കിലും ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ഹയർ മാറ്റർ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മെമ്പർഷിപ്പ്, ഇന്ത്യ യുണൈറ്റഡ് നേഷൻസിന്റെ മെമ്പറാണ്, UNOന്റെ മെമ്പറാണ്. അതുകൊണ്ട് മാത്രം ഇന്ത്യയുടെ സോവറിനിറ്റി പോയോ എന്ന് വേണമെങ്കിൽ ചോദ്യം ചോദിച്ചാൽ നോ. India's membership in the Commonwealth and the British Crown or joining the United Nations does not compromise its sovereignty. അങ്ങനെ രാജ്യത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ തീരുമാനങ്ങൾ, ഇപ്പൊ UN പ്രധാനപ്പെട്ട ഒരു തീരുമാനം അറിയിച്ചു, ഇന്ത്യ ഡെഫിനറ്റ്ലി നമ്മൾ റാറ്റിഫൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇന്ത്യ ഇതിന്റെ ഭാഗമായതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഇതിൽ ചില കാര്യങ്ങൾ സമാധാനം പറയാറുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം നമ്മൾ നമ്മുടെ സോവറിനിറ്റി അടിയറ വെച്ചു എന്നുള്ളതല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. സോ ഇന്ത്യസ് മെമ്പർഷിപ്പ് ഇൻ അതർ ഫോറംസ് ഡസ് നോട്ട് കോംപ്രമൈസ് ഇറ്റ്സ് സോവറിനിറ്റി എന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി സോഷ്യലിസം. നമ്മൾ ഈ സോഷ്യലിസം എന്നൊക്കെ എപ്പോഴും കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും ഒരു ധാരണ, സോഷ്യലിസം കമ്മ്യൂണിസം എന്നൊക്കെ പലപ്പോഴും നമ്മൾ ഒരേ കോണ്ടെക്സ്റ്റിലൊക്കെ പറയും. സോഷ്യലിസം, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ട്, സ്റ്റിൽ റിമെമ്പർ ഇഫ് യു വാച്ച് ദാറ്റ് വീഡിയോ. മലയാളത്തിലായതുകൊണ്ട് പറയാലോ. വിജയരാഘവന്റെ ഫാദർ എൻ പിള്ളയുടെ ഒരു വീഡിയോ ഉണ്ട്, സോഷ്യലിസം കമ്മ്യൂണിസം. എൻ്റെ ഒരു ആടിന് ഭയങ്കര രസമുള്ള ഒരു എക്സാമ്പിൾ ആണ്, നിങ്ങളത് കണ്ടു നോക്കിയാൽ ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റഫ്. ഇതിൽ ഇത്രേ ഉള്ളൂ. സോഷ്യലിസം ഇസ് എൻ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം വേർ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഓൺഡ് കളക്റ്റീവ്ലി ബൈ ദ ഗവൺമെന്റ് പ്രയോറിറ്റിംഗ് സോഷ്യൽ ഇക്വാലിറ്റി. ഇവിടെ ഒരു സൊസൈറ്റി ഉണ്ടെങ്കിൽ ഈ സൊസൈറ്റിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഇറ്റ്സ് ഓൺഡ് കളക്റ്റീവ്ലി ബൈ ദ ഗവൺമെന്റ്. സോ ഇവിടെയുള്ള എല്ലാവർക്കും ഈക്വാലിറ്റി കൊടുക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഇത് ചെയ്യുന്നത് എന്നാണ് ഗവൺമെന്റിന്റെ തിയറി.
സോ അതുകൊണ്ട് തന്നെ രണ്ട് സോഷ്യലിസം ഉണ്ട്, ഡെമോക്രാറ്റിക് സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസ്റ്റിക് സോഷ്യലിസം. നമ്മുടെ നെഹ്റു ഒക്കെ വാസ് എ സോഷ്യലിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ മിക്സഡ് എക്കോണമിയാണ്. പബ്ലിക്കും ഈ പറയുന്ന സൊസൈറ്റിയിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം ഗവൺമെന്റും ഉണ്ട്, അതേപോലെ തന്നെ പബ്ലിക്കും ഈ സൊസൈറ്റി ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഈ രണ്ട് ഗവൺമെന്റും ഉണ്ട്, അതേപോലെ തന്നെ പ്രൈവറ്റ് സെക്ടേഴ്സും ഇവിടെ ഓൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ പോലത്തെ ഒരു ഡെമോക്രാറ്റിക് പവർ ഷെയറിങ്ങിലും ഒരു ഡെമോക്രസി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. മറ്റേത് ചൈന പോലെ കംപ്ലീറ്റ്ലി ടോട്ടൽ നാഷണലിസം, ഗവൺമെന്റ് കംപ്ലീറ്റ് എല്ലാം ചൈനീസ് ഗവൺമെന്റ് പറയുന്ന പോലെയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അത് വേറൊരു മോഡലാണ്. ഇന്ത്യൻ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ മാർക്സിസം, ഗാന്ധിസം, ബേസിക് ആയിട്ടുള്ള പോവർട്ടി, ഇഗ്നറൻസ്, ഡിസീസ്, ഇനീക്വാലിറ്റി പോലത്തെ ഇവിടുത്തെ ചലഞ്ചസിനെ മറികടക്കാൻ നമ്മളെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി റിമെമ്പർ വി ഹാവ് എ ബ്ലെൻഡ് ഓഫ് മാർക്സിസം ആസ് വെൽ ആസ് ഗാന്ധിസം നമ്മുടെ അപ്രോച്ചിൽ ഉണ്ട് എന്നുള്ളത് പോയിന്റ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഇനി ഗാന്ധിസം, മാർക്സിസം ബോത്ത് എയിം ഫോർ എ സ്റ്റേറ്റ്ലെസ് ആൻഡ് ക്ലാസ്ലെസ് സൊസൈറ്റി. രണ്ടാണ്. രണ്ടിലും ഒരു സ്റ്റേറ്റ്ലെസ്, ക്ലാസ്ലെസ് സൊസൈറ്റി വേണമെന്നാണ് പറയുന്നത്. പക്ഷെ അത് നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? Hi, hello aspirants. To watch this full video, download IAS Factor app. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് IAS Factor ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മുഴുവൻ വീഡിയോസും കാണാം. കാരണം റിവിഷൻ ചെറിയൊരു കാര്യമല്ല, സോ ഡു നോട്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. സോ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 2025 ബാച്ച് എന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. സോ പ്ലീസ് ഡു വാച്ച്. റീസ്റ്റാർട്ട് എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ക്ലാസ്സും അതിനകത്ത് കാണാൻ പറ്റും. സോ ഹാപ്പി പ്രിപ്പറേഷൻ.